പുതിയ പുതിയ യൂണിവേഴ്സ് കത്തിക്കോ ഓ പുതിയ ഡി സി എല്ലാം അടിപൊളിയായിരിക്കും. അച്ഛനാണ് എടുത്ത സിനിമ എല്ലാം ഇപ്പം സാധാ മൂവീസിനേക്കാൾ ഇപ്പം നേരത്തെ മാൻ ഓഫ് സ്റ്റീൽ ആണെങ്കിൽ സ്റ്റോറി വൈസ് അത്രയും എന്താ പറയാ ഡി സിനെ റെപ്രസെന്റ് ചെയ്തുള്ള ഇല്ലായിരുന്നു, പക്ഷെ ഈ മൂവിയിലുണ്ടായിരുന്നു നല്ലപോലെ. ഞങ്ങളുടെ ഒരു പുതിയ സൂപ്പർമാനിൽ വന്നിരിക്കുന്നത് കൊള്ളാം, നല്ലതായിരുന്നു. ഞങ്ങൾ 3D എഫക്റ്റ് ഒക്കെ കാര്യങ്ങൾ നല്ലതാണ്. നല്ല സിനിമയാണ്. ഇതില് മറ്റേത് ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ ആണെങ്കിൽ ഇത് സൂപ്പർ മാൻ ഉള്ള രീതിയിലാണ്. ആ ഒരു ഗോഡ് പൊട്രയലിൽ നിന്ന് വാട്ട് ഈസ് സൂപ്പർമാൻ ആ ഒരു ഹോപ്പിന്റെ രീതിയിലും കാര്യത്തിലൊക്കെയാണ് പൊട്രേ ചെയ്തിരിക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ട്, ക്രിറ്റിക്സിന് ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടപ്പെട്ട്, എല്ലാത്തിലും കൊള്ളാം. ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയ്ക്ക് എന്തായാലും നല്ല ഒരു ഫൗണ്ടേഷൻ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പൊട്രേ ചെയ്തിരിക്കുന്നത്. എല്ലാം കൊള്ളാം, സെറ്റാണ്. പുതിയൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? യൂണിവേഴ്സ് അല്ല, ഇതെല്ലാം എന്റെ തുടക്കമായിരിക്കാം. ജെയിംസ് ഗൺ അല്ലേ, അപ്പൊ അതിന്റെ തുടക്കമായിരിക്കാം. ഒരു ജെയിംസ് ഗൺ മൂവി എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എങ്ങനെ പുതിയൊരു ക്യാരക്ടർ സൂപ്പർമാൻ പുതിയൊരാളല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പൊ അതെ, ക്യാരക്ടറും കൊള്ളാം, അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. നല്ലൊരു പടം. എങ്ങനെയുണ്ട് 3D എക്സ്പീരിയൻസ്? 3D എക്സ്പീരിയൻസ് എല്ലാ തിയേറ്ററിലും ഒരുപോലെ തന്നെയല്ലേ. അടിപൊളിയായിരുന്നു. ഒരു പുതിയ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിരിക്കല്ലോ, ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയുണ്ട് പടം? പുതിയ യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റേത് നമ്മൾ അതിനകത്ത് സൂപ്പർമാനെ ഒരു ഗോഡായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഹ്യൂമൻ ടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഇതൊരു ആ ഒരു മച്ച് മോർ കോമിക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കോമിക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇതിനകത്ത് കാണുമ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് പുതിയ ആളെങ്ങനെയുണ്ട് സൂപ്പർമാൻ? പുതിയ ആളെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. എന്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഹെൻറി കാവിലിനെയാണ്. ബട്ട് സ്റ്റിൽ ദിസ് ഗായ് ഹാസ് ഡൺ എ ബെറ്റർ ജോബ്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷസ് കൊള്ളായിരുന്നു, മ്യൂസിക് കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ സൂപ്പർമാൻ? എങ്ങനെയുണ്ട് ഹെൻറി കാവിലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പുതിയ നോക്കുമ്പോ അത്ര എങ്കിലും പുതിയ ഒരു അറ്റൻഡ് ആയതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല. പുതിയ ആള് വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് 3D എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു 3D? ഒക്കെ കൊള്ളായിരുന്നു. ചില സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൊള്ളായിരുന്നു. തുടക്കം എന്നുള്ളതിലേക്ക് നൈസാണ്, പടം നൈസാണ്. മീൻസ് ജെയിംസ് ഗണ്ണിന്റെ സ്ഥിരം ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ചു കിട്ടുള്ളൂ. അത്യാവശ്യം നൈസ് പടം, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ക്യാരക്ടർ സൂപ്പർമാനായിട്ട് വന്ന ആള്? സൂപ്പർമാൻ ആളും ഹെൻറി കാവലിന്റെ അതേ ലുക്കുമാണ് പുള്ളിക്ക്. തിങ്ക് ചെയ്യാനെക്കാട്ടി നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പുതിയ എന്തെങ്കിലും ക്യാരക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ക്യാമിയോസ് ഉണ്ട് രണ്ടുപേര്. അല്ലാതെ പിന്നെ നമ്മൾ ഓൾറെഡി മീൻസ് അറിയാവുന്ന ക്യാരക്ടേഴ്സ് തന്നെ മിക്കത്. മീൻസ് കൊമിക്സ് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, പരിചയമാണ്. നൈസ് പടം. DC സാധാരണ DC പടങ്ങളെല്ലാം ഇരട്ടത്താണ് ഇത് നല്ല വിളിച്ചോണ്ട് കാണാൻ. പിന്നെ IMAX 3Dയിൽ കാണേണ്ട പടമാണ്. IMAX 2D അവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തു വന്നു. ഇത് അവിടെ എന്തുകൊണ്ട് അവിടെ 2D മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളാണോ ചോദിക്കുക. ഇത് IMAX 3Dയിൽ കാണുകയാണെങ്കിൽ ആ 3D നന്നായിട്ട് 3D എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കണ്ടാലേ അത് ഗുമ്മുള്ളൂ. നമുക്ക് ഇവിടെ കാണുമ്പോൾ സാധാരണ 3D ആയിട്ട് തോന്നുമെങ്കിൽ അതിൽ കാണുകയാണെങ്കിൽ നല്ല ഗുമ്മായിരിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണം ചോദിക്കുക, എന്തുകൊണ്ട് ഇല്ലെന്നോ. പക്ഷെ അതിൽ കാണാൻ വളരെ നല്ല പടം. നല്ല സ്റ്റോറി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും കൊള്ളാം. പിന്നെ എല്ലാ ഫാൻസിനും ഇഷ്ടപ്പെടും. ഞാൻ DC ഫാനാണ്, മാർവൽ ഫാനുമാണ്, DC ഫാനുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാക്ക് സ്നൈഡറിന്റെ ഇത് വെച്ച് നോക്കാനകത്ത് ഡിഫറെൻറ്റ് ടോണാണ്. എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ടോണാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വൈസും 3D നൈസായിരുന്നു, നല്ല രീതിയിൽ നൈസായിരുന്നു. ഒരു പുതിയ യൂണിവേഴ്സിന്റെ ബിൽഡിംഗ് ഒരു തുടക്കമല്ലേ വരുന്നത്, അപ്പൊ അത് ആക്ച്വലി നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബബ്ലി അവര് സൂപ്പർമാൻ്റെ ഒറിജിൻ സ്റ്റോറിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടില്ല, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായോണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സ് ബിൽഡിംഗ് അവർ നല്ല കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന മൂവീസ് എല്ലാം അവർ ക്യാരക്ടേഴ്സ് ആ ഫുൾ DC യൂണിവേഴ്സ് നല്ലപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൂഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നൈസായിരുന്നു, നല്ല പടം. പുതിയ സൂപ്പർമാൻ എങ്ങനെയുണ്ട്? സൂപ്പർമാൻ നല്ലതായിരുന്നു, ഡിഫറെൻ്റ് ആണ്. ഈ ഇടയ്ക്ക് കണ്ടതിൽ ഹെൻറി കാവിൽ വെച്ച് നോക്കാനകത്ത് ഡിഫറെൻറ്റ് ടോണാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് ഒരു ഇതിലാണ് കാണിക്കുന്നത് ടോൺ വൈസ്. പക്ഷേ രണ്ട് എൻജോയബിൾ തന്നെയാണ്.